വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലമോൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം തിരുവചനം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ് കൃപയും സമാധാനവും. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുവാനായിട്ട്, ദൈവഹിതത്തിൽ നടക്കുവാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇനി സമാധാനം നമ്മളിൽ പലർക്കും ഇല്ലാത്തതായ ഒന്നാണ്, എന്നാൽ നമ്മൾ പലപ്പോഴും തേടിപ്പോകുന്ന ഒന്നാണ്. നമ്മൾ തേടിപ്പോകുന്നത് ഈ ലോകത്തിലാണ്. ഈ ലോകത്തിൻ്റെ സമാധാനം നിമിഷ നേരത്തേക്കേ ഉണ്ടാവുകയുള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ സമാധാനം കെടും. നമുക്ക് സ്ഥിരമായൊരു സമാധാനമുള്ളത് ഈശോയിൽ നിന്ന് കിട്ടണം. ഈശോയുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ സമാധാനം കിട്ടുന്നത്. ഈശോയിൽ നിന്നുള്ള സമാധാനം കിട്ടിയാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? എത്ര ഭയം ഉണ്ടായാലും, എത്ര ആശങ്കകളുണ്ടായാലും, എത്ര ടെൻഷൻ ഉണ്ടായാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ കൂടെ എൻ്റെ ഈശോ ഉണ്ട് എന്നുള്ളൊരു പ്രത്യാശ, അതാണ് സമാധാനം. ആ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തെ സ്ഥിരമാക്കുന്നു. നമുക്ക് ഏത് പ്രതിസന്ധിയിലും ഏത് സാഹചര്യത്തിലും ഈശോ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു സമാധാനം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും നേരിടാൻ പറ്റും. ഏത് സാഹചര്യത്തിലും ഒരു പുഞ്ചിരിയോടുകൂടെ നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ ഈശോയിൽ നിന്ന് ഒഴുകുന്ന സമാധാനവും കൃപയും നിങ്ങളുടെ ജീവിതത്തെ ഇന്നല്ല എന്നും നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അബ്ബാ പിതാവേ, അങ്ങയുടെ അളവറ്റ കൃപയാലും സമാധാനത്താലും ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. എല്ലാ ഭയങ്ങളും ആശങ്കകളും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയിലൂടെ ലഭിക്കുന്ന സമാധാനത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയ ധ്യാന ചിന്തകളുമായിട്ട് നമുക്ക് നാളെ കേൾക്കാം. അതുവരേക്കും ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഇഷ്ടം തരാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.